ഇറാനുമായി സമാധാന കരാർ ഈ ആഴ്ച ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിലാണെന്നും യൂറോപ്പിൽ വച്ചായിരിക്കും കരാർ ഒപ്പിടുകയെന്നും ട്രംപ് വ്യക്തമാക്കി. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ അംഗീകാരം ലഭിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നുമാണ് ഇറാന്റെ പ്രതികരണം. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്നും. മധു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മണിക്കൂറുകൾ മുൻപ് വരെ വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ അന്തിമ കരാറിൽ എത്തിയിരിക്കുന്നതായിട്ട് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇറാൻ അത് അംഗീകരിച്ചിട്ടില്ല. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഗുഡ് മോർണിംഗ് അമൽ, ക്രിസ്റ്റീന. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വലിയൊരു കരാർ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് സെറ്റിൽമെന്റ് യാഥാർത്ഥ്യമായതായിട്ടാണ് ഇന്ന് വൈകുന്നേരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഈ കരാർ ഒഫീഷ്യലായിട്ട് ഒപ്പുവെക്കുന്നതോടെ ഹോർമൂസ് കടലിടുക്കൊക്കെ വീണ്ടും ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത് മാത്രമല്ല, ഈ വീക്കെൻഡിൽ യൂറോപ്പിൽ വെച്ച് ഇത് ഒഫീഷ്യലായിട്ട് ഈ സിഗ്നേച്ചർ ചടങ്ങ് നടക്കും. US പ്രസിഡന്റിന് പകരം വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്നുള്ള ഉറപ്പ് ലഭിച്ചതായിട്ടും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. ഇതോടെ ഇറാനെതിരെ തീരുമാനിച്ചിരുന്ന സൈനിക നടപടികൾ അത് റദ്ദാക്കിയതായിട്ടും ട്രംപ് വ്യക്തമാക്കി. ഈ കരാർ സംബന്ധിച്ച് ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖൊമേനിയുടെ നിലപാട് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലഭിച്ച വിവരം അനുസരിച്ച് ഖൊമേനി ഈ കരാറിന് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി നൽകിയത്. ഇതോടെ ഈ പ്രഖ്യാപനം വന്നതോടെ ആഗോള വിപണിയിലും അതുപോലെ തന്നെ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, US ഓഹരി വിപണിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് പതിവ് പോലെ ഇറാൻ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, വളരെ ജാഗ്രതയോടെ ആണ് ഇറാൻ ഇതിനോട് പ്രതികരിക്കുന്നതും. ഇറാൻ പറയുന്നത്, ഈ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ചർച്ചയിലെ പല നിർണായക കാര്യങ്ങളും അന്തിമ രൂപത്തിലായെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില റെഡ് ലൈൻസ് ഉണ്ട്. അതിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലെന്ന നിലപാടിലാണ് ഇറാൻ. അതിനാൽ തന്നെ ഈ കരാർ ഇപ്പോഴും ഒപ്പുവെക്കുന്ന കാര്യത്തിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുകയാണ്. അതേസമയം അയത്തുള്ള മുസ്തഫ ഖൊമേനിയുടെ അനുമതി ഈ കരാറിന് ലഭിച്ചിട്ടുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാൻ ഇത് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അമൽ, ക്രിസ്റ്റീന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കഴിഞ്ഞ രാത്രി വലിയൊരു ഭീഷണിയായിരുന്നു. ഇപ്പോൾ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നു. അതിനുശേഷം നാടകീയമായ ഒരു ചുവടുമാറ്റം. എന്നാലും കരാർ ആയോ എന്ന് ചോദിച്ചാൽ ആയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും സമാധാനത്തിലേക്ക് വരട്ടെ. വിപണികളൊക്കെ ഉണർവിലാണെന്ന് ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.